ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലോകമെമ്പാടും നിരവധി ആരാധകരുള്ള റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. മലയാളം ബിഗ് ബോസിൻ്റെ 6ാം സീസണിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി 9 നാളുകൾ കൂടി മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. മാർച്ച് 10 ഞായറാഴ്ച രാത്രി 7 മണിക്കാണ് ലോഞ്ച് എപ്പിസോഡ് സംപ്രേഷണം ചെയ്തു തുടങ്ങുക. സീസണിൻ്റെ തുടക്കം അടുക്കുംതോറും ബിഗ് ബോസ് മത്സരാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. എങ്കിലും ബിഗ് ബോസ് സീസൺ 6ൻ്റെ പ്രൊമോ വീഡിയോകൾക്ക് അഭാവം നേരിടുന്നുണ്ട്. സിനിമ, സീരിയൽ, സ്പോർട്സ്, മ്യൂസിക്, സോഷ്യൽ മീഡിയ എന്നീ മേഖലകളിൽ പ്രശസ്തരായവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നു. ഈ മേഖലകളിൽ നിന്നെല്ലാം കണ്ടസ്റ്റൻസ് ഉണ്ടാകും എന്നതും തീർച്ചയാണ്. പക്ഷേ ആകെ 3 പ്രൊമോ വീഡിയോകൾ മാത്രമാണ് ഇതുവരെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളത്. മുൻ സീസണുകൾ ആരംഭിക്കും മുൻപ് തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൂടെ ആരൊക്കെയാണ് മത്സരാർത്ഥികൾ എന്ന ധാരണയിൽ നല്ലൊരു ശതമാനം പ്രേക്ഷകരും എത്തിയിരുന്നു. എന്നാൽ ഇത്തവണ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ആരൊക്കെയാണ് മത്സരാർത്ഥികൾ എന്ന കാര്യത്തിൽ ആർക്കും തീർച്ച പറയാനാവാത്ത അവസ്ഥയാണ്. അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് ഇത്തവണ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. എന്നാലും പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ചില പേരുകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. മുൻപുള്ള വീഡിയോകളിൽ കുറച്ചു പേരെ പരിചയപ്പെട്ടിരുന്നു. അവരെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇത് കൺഫർമേഷൻ ലിസ്റ്റ് ഒന്നുമല്ല, പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ് എന്ന കാര്യം കൂടി ഓർക്കുക. ഇതിൽ ആദ്യം അനുമോൾ ബിഗ് ബോസിൽ ഉണ്ടാകും എന്നൊരു പ്രഡിക്ഷൻ ആണ് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉയർന്നു കേൾക്കുന്നത്. അനുമോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിക്കവാറും എല്ലാ പേർക്കും തന്നെ അറിയാം. ടെലിവിഷൻ താരമാണ്. ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെ സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിൽ പ്രവർത്തിച്ചു വരുന്നു. തിരുവനന്തപുരം സ്വദേശിനിയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ലൈവായി നിൽക്കുന്ന അനുമോൾ ബിഗ് ബോസിൽ വന്നാൽ നന്നായിരിക്കും എന്ന ആഗ്രഹമാണ് ആരാധകർക്ക്. എന്നാൽ തനിക്ക് സ്റ്റാർ മാജിക് വിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്ന് അനുമോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. എങ്കിലും അനുമോൾ ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ആരാധകർ അനുമോൾ വരും എന്ന പ്രതീക്ഷയിലാണ്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പാടാത്ത പൈങ്കിളി എന്ന സീരിയലിലും അനുമോൾ ഭാഗമായിട്ടുണ്ടായിരുന്നു. യൂട്യൂബർ എന്ന നിലയിലും ഉദ്ഘാടനങ്ങളിലും അനുമോൾ നിറസാന്നിധ്യമാണ്. രണ്ടാമതായി ഉയർന്നു കേൾക്കുന്ന പേരാണ് ബിനീഷ് ബാസ്റ്റിൻ. പ്രധാനമായും തമിഴ്, മലയാളം ചലച്ചിത്ര മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു നടനാണ് ബിനീഷ് ബാസ്റ്റിൻ. തെറി എന്ന സിനിമയിലെ അഭിനയത്തിന് ശേഷമാണ് അദ്ദേഹം പ്രശസ്തനായത്. ബിനീഷ് ബാസ്റ്റിനും ഇത്തവണ ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ഭാഗമാകാൻ ഉണ്ടാവും എന്നാണ് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ പറയുന്നത്. കൊച്ചി സ്വദേശിയായ ബിനീഷ് 10 വർഷത്തോളമായി മലയാള സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ്. എന്തായാലും ബിനീഷ് ബാസ്റ്റിൻ ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ വരുമെങ്കിൽ എന്തായാലും ഷോയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ബിനീഷ് ബാസ്റ്റിനും ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ബിനീഷ് ബാസ്റ്റിൻ ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ ഭാഗമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തതായി ഉയർന്നു കേൾക്കുന്ന പേര് ട്രാൻസ് വുമൺ മേഖലയിൽ നിന്ന് അമേയ പ്രസാദിൻ്റെ പേരാണ് കേൾക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ കണ്ടസ്റ്റൻസ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യം മുതൽ തന്നെ പറഞ്ഞു കേൾക്കുന്ന പേരാണ് അമേയ പ്രസാദിൻ്റേത്. പ്രസാദ് എന്നായിരുന്നു അമേയയുടെ ആദ്യത്തെ പേര്. തനിക്ക് ഒരു ഭാര്യയും മകളും ഉണ്ടായിരുന്നു എന്നും ഭാര്യ മരിച്ച ശേഷം താൻ ട്രാൻസ് വുമണായി മാറുന്നതിന് മുൻപ് തന്നെ മകളെ തന്നിൽ നിന്നും ഭാര്യയുടെ വീട്ടുകാർ അകറ്റി എന്നും അമേയ ഒരിക്കൽ പറയുകയുണ്ടായി. ഭാര്യ മരിച്ചില്ലായിരുന്നുവെങ്കിൽ താൻ പ്രസാദായി തന്നെ ജീവിക്കുമായിരുന്നു എന്നും മകൾക്ക് വേണ്ടി കോടതിയിൽ പോയിട്ടുണ്ട് എന്നും അമേയ പ്രസാദ് വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ ട്രാൻസ് വുമൺ എന്ന നിലയ്ക്ക് ഒരു ട്രാൻസിൻ്റെ ഒപ്പം കുഞ്ഞ് വളരേണ്ട എന്ന് ഭാര്യയുടെ വീട്ടുകാർ പറഞ്ഞപ്പോൾ താൻ കാരണം മോൾക്കൊരു പ്രശ്നം വരേണ്ട എന്ന് കരുതി വിട്ടുകൊടുത്തതാണ് എന്നും അമേയ പ്രസാദ് പറയുന്നുണ്ട്. എന്തായാലും അമേയ പ്രസാദിന് തൻ്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ബിഗ് ബോസ് 6ൽ എത്തും എന്ന് പ്രതീക്ഷിക്കാം. അടുത്തതായി ഉയർന്നു കേൾക്കുന്ന പേര് അജു അജ്മലിൻ്റേതാണ്. ഫാഷൻ ഡിസൈനർ രംഗത്തും മോഡൽ രംഗത്ത് ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്ന അജു അജ്മലിൻ്റെ പേരും ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റ് പറഞ്ഞു കേൾക്കുന്നുണ്ട്.
അജു അജ്മൽ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ലൈവായി നിൽക്കുന്ന അജു അജ്മലിന് ബിഗ് ബോസ് സീസൺ 6 എൻട്രി ലഭിക്കാൻ സാധ്യത വളരെയേറെയാണ്. പക്ഷേ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇനിയും 9 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. എന്തായാലും നമുക്ക് ഇൻട്രസ്റ്റിങ്ങിനായിട്ടുള്ള പല കണ്ടസ്റ്റൻസും ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കാം. ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരാണ് യമുന റാണിയുടേത്. യമുന റാണി കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പരിചിതയായ നടിയാണ്. യമുന റാണി ഏഷ്യാനെറ്റ് അവതരിപ്പിച്ചിരുന്ന ചന്ദനമഴ എന്ന സീരിയലിലൂടെയാണ് യമുന പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയത്. ആദ്യമൊക്കെ നിരവധി സിനിമകളിലുണ്ടായിരുന്നു എങ്കിലും പിന്നീട് സീരിയലുകളിലേക്ക് ചുവടുമാറ്റുകയായിരുന്നു യമുന. ജീവിതത്തിൽ താൻ വളരെ ബോൾഡാണെന്നും അത് തൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ കാരണമാണെന്നും യമുന റാണി പറഞ്ഞിരുന്നു. ഉസ്താദ് എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ ചെറുപ്പകാലം അഭിനയിച്ച കുട്ടിയുടെ അമ്മയായി, അതായത് മോഹൻലാൽ ചെറുപ്പകാലത്ത് അഭിനയിച്ചിരുന്ന ചെറുപ്പകാലം അവതരിപ്പിച്ചപ്പോൾ മോഹൻലാലിൻ്റെ അമ്മയായി അഭിനയിച്ചിരുന്നു യമുന റാണി. എന്തായാലും യമുന റാണിയെപ്പോലെ ജീവിതാനുഭവങ്ങൾ ഏറെയുള്ള ഒരാൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടസ്റ്റൻ്റായി എത്തുമെങ്കിൽ നല്ലത് തന്നെ. ഈ പറഞ്ഞ വ്യക്തികളാരും തന്നെ ഒഫീഷ്യലായ കൺഫർമേഷൻ കിട്ടിയവരല്ല, വെറും പ്രഡിക്ഷൻസ് മാത്രമാണ്. എന്നാലും ആരെങ്കിലുമൊക്കെ ഉറപ്പായും ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഈ മേഖലകളിൽ നിന്നല്ല ഇവരല്ലെങ്കിൽ ഇവരെപ്പോലെ തന്നെ ഇവർക്ക് പകരമായി മറ്റേതെങ്കിലുമൊക്കെ കണ്ടസ്റ്റൻസുകൾ ഉണ്ടാകും, ഇവരിൽ നിന്നും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 തിരശ്ശീല ഉയരാൻ വെറും 9 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അത് ഈ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ചർച്ചകൾ നടക്കേണ്ട സമയമായിരുന്നു കണ്ടസ്റ്റൻസിനെ കുറിച്ചൊക്കെ. പക്ഷേ പ്രൊമോ വരാൻ താമസിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. പ്രൊമോ ഒന്നും ഇല്ലാതെ ഏഷ്യാനെറ്റും അണിയറ പ്രവർത്തകരും ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഒരു ഇമ്പാക്റ്റ് കൊടുക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും വലിയ ചർച്ചകളൊന്നും നടക്കുന്നില്ല. ആകെ നടക്കുന്ന ചർച്ച അഖിൽ മാരാറും ബിറോസും തമ്മിലുള്ള ഒരു ഞാനാണോ നീയാണോ നല്ല കണ്ടസ്റ്റൻ്റ് എന്ന് ഉള്ള തർക്കമാണ് നടക്കുന്നത്. അതിൽ അഖിൽ മാരാർ പറയുന്നത് ഞാനാണ് ഏറ്റവും നല്ല കണ്ടസ്റ്റൻ്റ്, ഞാനാണ് ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയ ആൾ, ഇങ്ങനെയൊക്കെ പറയുന്നു. പക്ഷേ അത് എത്രത്തോളം ഇങ്ങനെ തനിയെ തന്നെ ഒരാളെ ഇങ്ങനെ തള്ളുക എന്ന് പറയുന്നത് അത്ര ഒരു നല്ല ഒരു കീഴ്വഴക്കമായി തോന്നുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും പ്രേക്ഷകർക്ക് ബിഗ് ബോസ് സീസൺ 5 ഒരു നിരാശാജനകമായ സീസൺ തന്നെയായിരുന്നു. ഒരു തണുപ്പൻ മട്ടിൽ പോയ ഒരു സീസൺ. പിന്നെ അഖിൽ മാരാർ കുറേ ആരാധകരെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നു. അത് എന്തായാലും അന്ന് കുറേ പേർ വോട്ട് ചെയ്തു, നല്ല രീതിയിൽ വോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കൊണ്ടാണല്ലോ ജയിച്ചത്. അതിൻ്റെയൊക്കെ കഥകളും പിന്നാമ്പുറ കഥകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, അലക്കുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളമാണ് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 5 ഏറ്റവും മോശം സീസണായിരുന്നു എന്ന് തന്നെ പറയാം. സീസൺ 1 മുതൽ 5 വരെ കണ്ട ഏതൊരു കണ്ടസ്റ്റൻറ്റും ബിഗ് ബോസ് മലയാളം സീസൺ 5 ആയിരുന്നു മോശം എന്ന് ഒറ്റ വാക്കിൽ തന്നെ 95% പേരും പറയും. പിന്നെ ബാക്കി 5% പേര് എന്ത് പറയുമെന്ന് ഉള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം, എന്തുകൊണ്ട് പറയുന്നു എന്നും. പക്ഷേ ഒരു പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയ സീസൺ എന്ന നിലയ്ക്ക് സീസൺ 5 വളരെ മോശമായിരുന്നു. അതിൻ്റെ TRPയും TVRും ഒക്കെ നിൽക്കട്ടെ, അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി ഒരു രേഖകളും ഒരിടത്തും വന്നിട്ടില്ല. TPRും TVRും ഒക്കെ TRPയും ഒക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നും ജയിച്ച കണ്ടസ്റ്റൻറ്റിന് എത്ര വോട്ട് ലഭിച്ചു എന്നും ഒന്നും ആധികാരികമായ ഒരു രേഖകളും ഒരിടത്തും കണ്ടിട്ടില്ല. പിന്നെ സ്വയം പറയുന്നു ഞാനാണ് എല്ലാത്തേക്കാളും കൂടുതൽ വോട്ട് വാങ്ങിയത് എന്ന്. അത് എത്രത്തോളം ശരിയാവും എന്നുള്ള കാര്യവും നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. പിന്നെ എന്തായാലും വിജയിച്ചത് നല്ല കാര്യം, വിജയിച്ചതിന് അഭിനന്ദനങ്ങൾ. പക്ഷേ വിജയിച്ചു 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഒരു കോൺട്രവേഴ്സിയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊന്നും തോന്നുന്നില്ല. പിന്നെ ലൈവായി
നിൽക്കുക, സോഷ്യൽ മീഡിയയിലും പ്രേക്ഷകരുടെ ഇടയിലുമൊക്കെ ലൈവായി നിൽക്കുക എന്നുള്ളത് ഏതൊരു കണ്ടസ്റ്റൻസിൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇനി അടുത്ത ബിഗ് ബോസ് അടുത്തപ്പോഴേക്കും ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായതും ഉണ്ടാക്കിയതുമൊക്കെ. എന്തായാലും ആ ചർച്ചകൾ നടക്കുന്നു എന്നല്ലാതെ ബിഗ് ബോസ് മലയാളം സീസൺ 6 വലിയ ചർച്ചകളൊന്നും നടക്കുന്നില്ല. കാരണം കണ്ടസ്റ്റൻസിൻ്റെ കാര്യത്തിലും കൺഫർമേഷൻസ് ഒന്നും കാര്യമായി ലഭിക്കാത്തത് കൊണ്ടാവും ഇങ്ങനെ ഒരു ചർച്ചകൾ അധികമായി നടക്കുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ടൊക്കെ ആവാം പ്രമോയുടെ അഭാവവും ഈ കണ്ടസ്റ്റൻസിൻ്റെ കൺഫർമേഷൻ്റെ അഭാവവുമൊക്കെ കാരണം ചർച്ചകൾ വലുതായൊന്നും നടക്കുന്നില്ല. എന്തായാലും വരുന്ന സീസൺ ബിഗ് ബോസ് മലയാളം സീസൺ 6 വൻ വിജയമാകട്ടെ. പ്രേക്ഷകർക്ക് എൻ്റർടൈൻമെൻറ്റായ രീതിയിൽ തന്നെ ആ ഷോ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഓർക്കുക, ഇനി വെറും 9 ദിവസങ്ങൾ മാത്രം. നന്ദി, നമസ്കാരം.